Good evening. അപ്പോൾ നമുക്ക് ഇന്ന് ഗ്രാഫിംഗ് ഓഫ് പോളാർ കോർഡിനേറ്റ്സ് നോക്കാം. നിങ്ങളൊരു ഇക്വേഷൻ തന്നിട്ട് ഗ്രാഫ് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ടെക്സ്റ്റിൽ പേജ് 11 പ്രോബ്ലം 12. Sketch the graph of the polar equation. Sketch the graph of the polar equation. R is equal to 2 cos 2 theta. R is equal to 2 cos 2 theta. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്. സിമെട്രി അബൌട്ട് എക്സ് ആക്സിസ് ആണോ, സിമെട്രി അബൌട്ട് വൈ ആക്സിസ് ഉണ്ടോ, അതേമാതിരി സിമെട്രി അബൌട്ട് ദ പോൾ ഉണ്ടോ എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. സിമെട്രി അബൌട്ട് ദ എക്സ് ആക്സിസ് നോക്കാൻ എന്തായിരുന്നു, എഫ് ഓഫ് തീറ്റ is equal to f of minus theta ആണെങ്കിൽ you can say this is symmetric about the x axis അല്ലെങ്കിൽ symmetric about x axis എന്നല്ല നമ്മൾ പോളാറിന്റെ ഫോമിൽ പറയാം, പോളാർ ആക്സിസ് എന്നാണ് പറയാ. പോളാർ ആക്സിസിൽ ഇത് സിമെട്രിക് ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇവിടെ തീറ്റയ്ക്ക് പകരം ഇതാണ്, this is equal to f of theta ആണ്. ഇനി f of minus theta നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ വരും, 2 cos 2 into minus theta, that is equal to 2 cos minus 2 theta. നമുക്കറിയാം cos minus theta is equal to cos theta ആണ്. So this is equal to 2 cos 2 theta which is equal to r. That is, sorry, f of minus theta. So we can say f of theta is equal to f of minus theta. That is, this graph is symmetric about the polar axis. അപ്പോൾ നമുക്ക് ഇതിനെ symmetric about polar axis എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്താണ്, നമുക്ക് സിമെട്രി അബൌട്ട് ദ വൈ ആക്സിസ് നോക്കണം. ദാറ്റ് ഈസ് സിമെട്രി അബൌട്ട് ദ വൈ ആക്സിസ് നോക്കാൻ എഫ് ഓഫ് പൈ മൈനസ് തീറ്റ is equal to എഫ് ഓഫ് തീറ്റ ആണെങ്കിലാണ് സിമെട്രി അബൌട്ട് ദ വെർട്ടിക്കൽ ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ്. നമ്മൾ ഇവിടെ വെർട്ടിക്കൽ ആക്സിസ് എന്നാണ് പറയാം. ഓക്കെ, ഇപ്പൊ വെർട്ടിക്കൽ ആക്സിസ് നോക്കാൻ എന്താ, എഫ് ഓഫ് പൈ മൈനസ് തീറ്റ കണ്ടുപിടിക്കണം. എഫ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരിക, 2 cos 2 into pi minus theta അല്ലേ, that is equal to 2 cos 2 pi minus 2 theta. 2 pi minus 2 theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 theta തന്നെയാണ്. So this is equal to cos 2 pi minus theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is equal to cos theta. അപ്പൊ ഇവിടെ cos 2 pi minus 2 theta എന്ന് പറഞ്ഞാൽ that is equal to 2 cos 2 theta. So this is equal to r. Appo f of pi minus theta is equal to f of theta. So this graph is symmetric about the vertical axis. Okay, appo namukku x polar axis-ilum vertical axis-ilum എന്താണെന്നുള്ളത് കിട്ടി, സിമെട്രിക് ആണ് എന്ന് പറഞ്ഞു കിട്ടി. സോ ഡയറക്ട്ലി അപ്പൊ നമുക്ക് രണ്ട് ആക്സിസിലും സിമെട്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, ഒരു ക്വാഡ്രന്റിൽ നമുക്ക് കൺസിഡർ ചെയ്താൽ മതി. അതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന കറസ്പോണ്ടിങ് തീറ്റ 0 to pi by 2 വേരി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ള ക്വാഡ്രന്റ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അതായത് തീറ്റ വാല്യൂ സെക്കൻഡ് ക്വാഡ്രന്റിലും തേർഡ് ക്വാഡ്രന്റിലും ഫോർത്ത് ക്വാഡ്രന്റിലും വരുന്ന സമയത്ത് സിമെട്രിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കറസ്പോണ്ടിങ്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ഗ്രാഫ് കൺസിഡർ ചെയ്തിട്ട് അതിനെ തന്നെ നമുക്ക് ബാക്കിയുള്ളതിലേക്ക് മിറർ ഇമേജസ് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, സിമെട്രി ആയതുകൊണ്ട് നമ്മളുടെ ഫസ്റ്റ് 0 to pi by 2 നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ 0 to pi by 2 വരുന്ന സമയത്ത് തീറ്റ വാല്യൂ 0 to pi by 2 വേരി ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് വരുന്നത് എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 0 to pi by 2 വേരി ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് വെക്കാം. ഓൾറെഡി ഇവിടെ ടെക്സ്റ്റിലുണ്ട്. സോ ഞാൻ അതേ വാല്യൂസ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. തീറ്റയ്ക്ക് 0 വരുന്ന സമയത്ത് നമ്മളുടെ എക്സ് ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് അല്ല സോറി ആർ കോസ് തീറ്റ എന്ന് പറയുന്ന വാല്യൂ +2 ആണ്. ദാറ്റ് ഈസ് നമ്മുടെ പോളിൽ നിന്ന്
തീറ്റ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ ആക്സിസിലാണ് അത് കിടക്കുക. സോ ലെങ്ത് 2, ആർ വാല്യൂ 2 വന്നു. ഇനി അടുത്ത എന്താണ് π/8 വരുന്ന സമയം. അപ്പൊ π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 45 അല്ലേ, ഇങ്ങനെ വരിക. അതിന്റെ ഹാഫ് ആണ് നമുക്ക് π/8. അപ്പൊ ഇതാണ് π/8 കറസ്പോണ്ടിങ് വരുന്നത്. ഇത് π/4 കറസ്പോണ്ടിങ് ആണ്, ഇത് π/8 കറസ്പോണ്ടിങ്, ഇത് π/2, ഇത് 0. അപ്പൊ ഇവിടെ π/3 π/3 കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, ഇതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. 5/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 180/8 30 ഡിഗ്രീസ് ആണ് ഇവിടെ വരിക. അപ്പൊ 30 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എവിടെ വരും, ഇങ്ങനെ എടുക്കാം π/8. പിന്നെ എടുത്തിട്ടുള്ള ആംഗിൾ എന്താണ്, π/6 കൺസിഡർ ചെയ്തിട്ടുണ്ട്. π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് π/6 എന്ന് പറഞ്ഞാലാണ് 30 വരിക. അപ്പൊ ഇവിടെ π/6. π/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും, 22.5 സംതിങ് ആണ് വരിക. ഓക്കെ, അതാണ് π/8. π/4 45 വന്നു. ഇതേമാതിരി തന്നെ നമുക്ക് ഇവിടുത്തെ രണ്ട് ആംഗിൾസ് കൂടി കൺസിഡർ ചെയ്യാം. ഏതൊക്കെ എടുക്കാം, 3 π/8ഉം π/3ഉം. π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരിക, 60 വരും. പിന്നെ 3 π/8ഉം വരും. ഓക്കെ, അപ്പൊ ഈ 3 π/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 78യുടെ ഉള്ളിലായിട്ടുള്ള ഒരു ആംഗിൾ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇത്രയും ഫോംസ് നമ്മൾ എടുത്തു. ഇനി കറസ്പോണ്ടിംഗ്ലി ആർ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 0 to 2 ആണ്. π/2 വരുമ്പോ √2 ആണ് വരിക. അപ്പൊ √2 നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. എക്സ് ആക്സിസിൽ അല്ലെങ്കിൽ പോളാർ ആക്സിസിൽ √2 എത്ര വരും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് ആണ് √2 എടുക്കേണ്ടത്. ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്ത് വരും. 1.414 സംതിങ് ആണ് ഈ ഒരു ലെങ്ത് വരിക. ഇവിടെ തൊട്ടുള്ള ഈ ലെങ്ത് ആണ് നമുക്ക് 1.414 വരിക. അപ്പൊ അത് ഓൾമോസ്റ്റ് ഇവിടെയാണെന്ന് വിചാരിക്കാം. പിന്നെ π/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 ആണ് വരുന്നത്. സോ കറസ്പോണ്ടിംഗ്ലി ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് 1 ആയിരിക്കും. ദെൻ π/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0. അപ്പൊ എവിടെ വന്നു, ഈ പോയിന്റിലേക്ക് എത്തി. അപ്പൊ ഇത്രയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കർവ് ആണ് കിട്ടുന്നത്. π/4 1 വന്നു, അല്ല π/4 0 വന്നു. π/6 ലെങ്ത് ഇവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് ആണ് 1, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളതാണ് √2. ഇനി അതേമാതിരി തന്നെ π/3 നോക്കുമ്പോ -1 ആണ് വരുന്നത്. സോ π/3 എക്സ്റ്റെൻഡ് ചെയ്യണം നമുക്ക് ഇങ്ങോട്ട്. π/3 ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ ആക്സിസിൽ നിന്ന് പോസിറ്റീവ് എങ്ങോട്ടാണോ നമ്മള് മെഷർ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ദിസ് വെക്ടർ പോകുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് π/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് 1 കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ -1 എന്ന് പറഞ്ഞപ്പോ ഇതിന് കറസ്പോണ്ടിംഗ്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ -1 കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് π/3ക്ക് കറസ്പോണ്ടിങ് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് -1 ഇവിടെ കിട്ടുമെന്ന് വിചാരിക്കാം. അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് മെഷർ ചെയ്തിട്ട് വരയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് 3 π/8ന് -√2 ആണ് വരുന്നത്. സോ ഇതേമാതിരി തന്നെ 3 π/8 √2 നമുക്ക് ഇങ്ങോട്ടാണ് 1.414 കൺസിഡർ ചെയ്യേണ്ടത്. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മൈനസ് മീൻ ചെയ്യുക. അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ വരും. ദെൻ π/2ല് -2 ആണ്. ദാറ്റ് ഈസ് -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് പോസിറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. സോ -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ. സോ ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കർവാണ് കിട്ടുക. ഓക്കെ, അപ്പോ ഈ ഒരു സാധനമാണ് ടോട്ടൽ. ഇങ്ങനത്തെ ഒരു സാധനമാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, ടോട്ടൽ നമ്മളുടെ ഫസ്റ്റ് ക്വാഡ്രന്റില് വാല്യൂസ് വേരി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ കർവാണ്.
അപ്പൊ കറസ്പോണ്ടിംഗ്ലി നമുക്ക് ഇനി എക്സ് ആക്സിസിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിറർ ഇമേജ് സിമെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കറസ്പോണ്ടിങ് എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കറസ്പോണ്ടിംഗ്ലി അത് സിമെട്രിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഇമേജസ് എടുക്കുക. അപ്പൊ ഇവിടുത്തെ കറസ്പോണ്ടിങ് എടുക്കുമ്പോൾ മിറർ ഇമേജ് എക്സ് ആക്സിസിലേക്ക് ഇങ്ങോട്ടാണ് എടുക്കേണ്ടത്. സോ കറസ്പോണ്ടിംഗ്ലി നമുക്ക് ഇങ്ങനത്തെ ഒരു ലൈനാണ് ഇവിടെ കിട്ടുക, ഇങ്ങനത്തെ ഒരു കർവ് കിട്ടും. ഇനി ഈ കറസ്പോണ്ടിങ് ദാറ്റ് ഇസ് 5/4 നമുക്ക് 5/2 വരെ ഇങ്ങോട്ടാണ് വരുന്നത്. സോ അതേ വാല്യൂസ് ഇങ്ങോട്ട് കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഇതിന് മുകളിലേക്ക് വരും. ഇതേ മാതിരി തന്നെ വരയ്ക്കണം കേട്ടോ. സോറി, ഇങ്ങോട്ടല്ല വരിക. എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തെ പോസിറ്റീവ് സൈഡിലേക്കാണ് വരുന്നത്. അപ്പൊ ഇത്രയും വാല്യൂസ് നെഗറ്റീവ് സൈഡിൽ കിടക്കുമ്പോൾ കറസ്പോണ്ടിംഗ്ലി അതിന്റെ പോസിറ്റീവ് വാല്യൂസ് നമുക്ക് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇതാണ് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിറർ ഇമേജ് അല്ലെങ്കിൽ സിമെട്രി നമുക്ക് തരുന്നത്. ദാറ്റ് ഇസ് എക്സ് ആക്സിസിന്റെ പോസിറ്റീവ് സൈഡിലുള്ളത് എല്ലാതും സിമെട്രിക് അബൌട്ട് എക്സ് ആക്സിസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വാല്യൂസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റ് വിൽ ഗീവ് ടു ദ വാല്യൂസ് ഇൻ ദ നെഗറ്റീവ് സൈഡ്. അപ്പൊ സിമെട്രി എടുക്കുമ്പോൾ എന്താണ്? മിറർ ഇമേജ് എടുക്കണമെങ്കിൽ ഇവിടുത്തെ എല്ലാതും ഇങ്ങോട്ട് പോകും, ഈ ലെഫ്റ്റ് സൈഡിൽ വന്ന എല്ലാതും റൈറ്റ് സൈഡിലേക്ക് വരും. അപ്പോ ഈ ഒരു പോസിറ്റീവ് സൈഡിൽ നമുക്ക് ഈ വന്നിട്ടുള്ള ഒരു കർവിന് കറസ്പോണ്ടിങ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഇത് കിട്ടി, ഈ ഒരു കർവിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റൈറ്റ് സൈഡിലുള്ള കർവിന് കിട്ടി. ഇനി ഇതിന് തന്നെ വൈ ആക്സിസിൽ നമുക്ക് കൺസിഡർ ചെയ്യണം. അപ്പൊ വൈ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ളതിന് കറസ്പോണ്ടിങ് മിറർ ഇമേജ് താഴെ വരും, താഴെ ഉള്ളതിന് കറസ്പോണ്ടിങ് മുകളിലേക്കും വരും. അപ്പോ ഈ താഴെയുള്ളതിന് കറസ്പോണ്ടിങ് എങ്ങനെയാ കിട്ടുക? ഇങ്ങനെ വരും. ഈ മുകളിലുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെയും വരും. ദിസ് ഇസ് -2, ദിസ് ഇസ് 2, ദിസ് ഇസ് -2. ഇത് നമുക്കൊരു റോസ് പെറ്റൽ കിട്ടി. cos 2 തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെയാണ് നമ്മളുടെ ഗ്രാഫ് കിട്ടുക. അപ്പൊ എന്താണ്? 0 to π/4 നമ്മൾ വാല്യൂ π/2 വാല്യൂ കൺസിഡർ ചെയ്തിട്ട് ബാക്കിയുള്ളത് എല്ലാത്തിന്റെയും കറസ്പോണ്ടിങ് സിമെട്രീസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുത്തു. അപ്പൊ ഇനി വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രമേ നമുക്ക് ഒരു സിമെട്രി വരുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുകളിലത്തെ നോക്കില്ല, റൈറ്റ് സൈഡിലുള്ളതിന് കറസ്പോണ്ടിങ് ലെഫ്റ്റിലേക്കുള്ള ഗ്രാഫ് കിട്ടും, ലെഫ്റ്റ് സൈഡിലുള്ളതിന് കറസ്പോണ്ടിങ് റൈറ്റ് സൈഡിലേക്കുള്ള ഗ്രാഫ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു സ്കെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഇനി നമുക്ക് അടുത്തൊരു കർവ് കൂടി നോക്കണം. ഗ്രാഫ് ദ കർവ് r is equal to 1 - cos θ. ഇനി ഇതല്ല, അടുത്തത് 1 - cos θ എന്ന് പറയുന്ന കർവ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, r is equal to 1 - cos θ കാണുന്നില്ലേ? യെസ്, ഓക്കെ. അപ്പൊ 1 - cos θ കൺസിഡർ ചെയ്യുമ്പോൾ this is equal to f of θ. അപ്പൊ എഗെയിൻ എന്താണ്? നമുക്ക് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ഫസ്റ്റ് നമുക്ക് എക്സ് ആക്സിസിന് അല്ലെങ്കിൽ പോളാർ ആക്സിസിന് കൺസിഡർ ചെയ്യണമെങ്കിൽ f of -θ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് 1 - cos of -θ which is equal to 1 - cos θ. So this is equal to r which is equal to f of θ. So നമുക്ക് എന്താണ്? സിമെട്രിക് അബൌട്ട് പോളാർ എന്നുള്ളത് പറയാം. സിമെട്രിക് അബൌട്ട് പോളാർ ആക്സിസ്. ഇനി കറസ്പോണ്ടിംഗ്ലി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ്? ഓക്കെ, അപ്പൊ സിമെട്രി നോക്കാൻ വേണ്ടിട്ട് എന്താണ്? f of π - θ കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് 1 - cos π - θ which is equal to 1 - of -cos θ. cos π - θ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ cos θ നെഗറ്റീവ് ആണ്. സോ -cos θ, this is equal to 1 + cos θ. So this is not equal to f of θ. So നമുക്ക് സിമെട്രി അബൌട്ട് y ആക്സിസ് അല്ലാതെ നമുക്കത് പറയാൻ പറ്റുന്നില്ല. ആണെങ്കിൽ സിമെട്രി ആണെന്നേ ഉള്ളൂ, ഇത് അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എന്താണ്? ഇനി നമുക്ക് പോളിന്റെ കാര്യം നോക്കണം. അപ്പൊ സിമെട്രി അബൌട്ട് എക്സ് ആക്സിസും വൈ ആക്സിസും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പോൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം സിമെട്രി അബൌട്ട് പോൾ ആയിരിക്കും. സിമെട്രി അബൌട്ട് പോളും എക്സ് ആക്സിസും കിട്ടിയാൽ ദാറ്റ് ഇംപ്ലൈസ് വൈ ആണ്. എക്സിലും വൈയിലും സിമെട്രി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിന് കറസ്പോണ്ടിങ് സിമെട്രി ഉള്ളതാണ്. അതേമാതിരി വൈക്കും പോളിനും കറസ്പോണ്ടിങ് സിമെട്രി ഉണ്ടെന്ന് കിട്ടിയാൽ അത് എക്സിന് കറസ്പോണ്ടിങ് സിമെട്രി ഇംപ്ലൈ ചെയ്യും.
ദാറ്റ് ഈസ് എക്സ് ആക്സിസിനും വൈ ആക്സിനും നമ്മളിപ്പോ നോക്കിയ മാതിരി എക്സ് ആക്സിനും വൈ ആക്സിനും കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഫുൾ ടോട്ടൽ റൊട്ടേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ കറസ്പോണ്ടിങ് കിട്ടിയതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 4 ക്വാഡ്രന്റ്സിലും കിട്ടും. ദാറ്റ് ഈസ് പോളിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രി അവിടെ വന്നു. കാരണം പോളിന് കറസ്പോണ്ടിങ് നിങ്ങളുടെ വാല്യൂസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് കറസ്പോണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ താഴെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പോളിന് കറസ്പോണ്ടിങ് ഉണ്ടെന്നാണ്. എക്സിനും പോളിനും കറസ്പോണ്ടിങ് സിമെട്രി ഉണ്ടെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് വൈന് കറസ്പോണ്ടിങ് സിമെട്രി ഉണ്ട്. വൈക്കും പോളിനും കറസ്പോണ്ടിങ് സിമെട്രി ഉണ്ടെന്ന് ദാറ്റ് ഇംപ്ലൈസ് എക്സിന് കറസ്പോണ്ടിങ് സിമെട്രി ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം കിട്ടിയാൽ പിന്നെ മൂന്നാമത്തെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ നമുക്ക് രണ്ടാമത്തെ സിമെട്രി കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി പോളിന് കറസ്പോണ്ടിങ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോ ഉണ്ടോ ഇല്ലയോ നോക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. കാരണം വൈക്ക് കറസ്പോണ്ടിങ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും എക്സിന് പോളിന് കറസ്പോണ്ടിങ് ആവില്ല. കാരണം എക്സിന് ഓൾറെഡി സിമെട്രിക് ആണ്. ഇനി പോളിന് കറസ്പോണ്ടിങ് സിമെട്രി ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് വൈക്ക് കറസ്പോണ്ടിങ് സിമെട്രി ആണെന്നാണ്. പക്ഷെ ചില കേസസിൽ ആർ സ്ക്വയർ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്ട്ലി അവിടെ എക്സിന് കറസ്പോണ്ടിങ് സിമെട്രി പെട്ടെന്ന് കിട്ടില്ല. കൺഫ്യൂഷൻ കാരണം നമ്മൾ മിസ്റ്റേക്സ് വരുത്തും. അപ്പൊ പോളിന് കറസ്പോണ്ടിങ് നോക്കുക. പോളിന് സിമെട്രി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും രണ്ട് ആക്സിന് കറസ്പോണ്ടിങ്ങും കിട്ടും. ഒരു ആക്സിന് കറസ്പോണ്ടിങ് സിമെട്രിയും പോളിന് കറസ്പോണ്ടിങ് സിമെട്രി ഇംപ്ലൈസ് സെക്കൻഡ് ആക്സിന് കറസ്പോണ്ടിങ് സിമെട്രി ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ പോളിന് കറസ്പോണ്ടിങ് സിമെട്രി നോക്കാൻ എന്താണ്, ആറിന് പകരം മൈനസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ദിസ് ഇക്വേഷൻ മസ്റ്റ് നോട്ട് ചേഞ്ച്. അപ്പോ ആറിന് പകരം മൈനസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ആർ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ. നമ്മളുടെ ഈ ഫംഗ്ഷനിൽ വേറെ ഒന്നും ചേഞ്ച് ചെയ്യില്ല. എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആറിന് പകരം മൈനസ് ആർ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, സോ മൈനസ് ആർ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് തീറ്റ. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് കോസ് തീറ്റ. പക്ഷെ ഇതല്ല നമ്മളുടെ ഫംഗ്ഷൻ. സോ മൈനസ് ആർ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഇക്വേഷന് ചേഞ്ച് വരുന്നുണ്ട്. സോ ദിസ് ഇസ് നോട്ട് സിമെട്രിക് അബൌട്ട് ഒറിജിൻ. അപ്പൊ സിമെട്രി അബൌട്ട് പോളാർ ആക്സിസ് മാത്രമാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. സോ കറസ്പോണ്ടിംഗ്ലി ഗ്രാഫ് നോക്കാം. അപ്പൊ എന്താണ്, അഗൈൻ 0 to π/2 എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിംഗ്ലി നമുക്ക് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെട്രി ഉള്ളത് കൊണ്ട് മിറർ ഇമേജ് എടുക്കാം. ഇനി നമ്മളുടെ വാല്യൂ തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 മുതൽക്ക് +1 വരെയാണ് വേരി ചെയ്യുന്നത് അല്ലെ. അപ്പൊ -1 മുതൽക്ക് 0 to π/2 എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. -1 to +1 വരെയാണ് നമ്മുടെ കോസ് തീറ്റയുടെ വാല്യൂ വേരി ചെയ്യുക. അപ്പോ -1 less than or equal to cos theta less than or equal to 1. That is +1 നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ cos theta നമുക്ക് ഇവിടെ എന്ത് കൊണ്ടുവരണം, r എന്നുള്ളത് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഇനി എന്താണ്, cos theta നെഗറ്റീവ് എടുക്കണം. That is 1 less than or equal to മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരെ തിരിയും. That is 1 greater than or equal to minus cos theta greater than or equal to 1. ഇനി എന്താണ്, ഇതിന്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 greater than or equal to 1 minus 2 1 minus cos theta greater than or equal to -1 plus 1 0. അപ്പോ 1 minus cos theta എന്ന് പറഞ്ഞ 0 മുതൽക്ക് 2 വരെയാണ് വേരി ചെയ്യുന്നത്. നമുക്ക് ഈ -1 to +1 എന്ന് പറയുന്നത് എവിടെ തൊട്ട് ഏത് വരെയാണ് കിട്ടുന്നത്, 0 to π വരെയാണ്. 0 to π വരെ ആംഗിൾ വേരി ചെയ്യുമ്പോഴാണ് നമുക്ക് cos തീറ്റയുടെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വാല്യൂസ് 0 മുതൽക്ക് തീറ്റയുടെ വാല്യൂസ് 0 മുതൽക്ക് π വരെ വേണം വേരി ചെയ്യാൻ. π/2 വരെ ചെയ്താൽ പോരാ. മനസ്സിലാവുണ്ടോ? നമുക്ക് എക്സിനും വൈയിലും കറസ്പോണ്ടിംഗ്ലി കിട്ടുന്നുണ്ടെങ്കിൽ 0 to π/2 വരെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ എക്സിന് കറസ്പോണ്ടിങ് മാത്രമേ നമുക്ക് സിമെട്രി ഉള്ളൂ. അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് തീറ്റയുടെ വാല്യൂസ് നോക്കി. മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1 ആണ്. ഇത് കിട്ടുന്ന 0 എന്ന് പറയുന്ന ആംഗിളിനും ഈ -1 കിട്ടുന്നത് π വരുന്ന സമയത്തുമാണ്. അപ്പോ 0 to π വരെ നമ്മളുടെ തീറ്റ വേരി ചെയ്യുമ്പോൾ കോസിന്റെ മാക്സിമം വാല്യൂ 1 മിനിമം വാല്യൂ -1 അറ്റൈൻ ചെയ്യുന്നുണ്ട്. സോ 0 to π വരെ വേരി ചെയ്യുമ്പോൾ ആറിന്റെ വാല്യൂസ് നമുക്ക് 0 മുതൽക്ക് 2 വരെ മാറും. That is cos 0 വരുന്ന സമയത്ത് 1 minus 1 0 ഏറ്റവും മിനിമം വാല്യൂ ആണ് ആറിന് കിട്ടുന്നത്.
കോസിന്റെ അല്ല തീറ്റ പൈ ആവുന്ന സമയത്ത് 1 മൈനസ് കോസ് പൈ ദാറ്റ് ഇസ് 1 മൈനസ് ഓഫ് മൈനസ് 1 1 പ്ലസ് 1 2 എന്ന് പറയുന്ന വാല്യൂ ആറിന്റെ മാക്സിമം വാല്യൂ 2 കിട്ടും. അപ്പൊ 0 to പൈ വരെ കൺസിഡർ ചെയ്തിട്ട് പിന്നെ നമ്മളത് 2 പൈ വരെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാണ്. 0 to 2 പൈ ആണ് കോസ് തീറ്റയുടെ പീരിയഡ് എന്ന് പറയുന്നത്. പക്ഷെ സിമെട്രി അബൌട്ട് എക്സ് ആക്സിസ് ഉള്ളത് കൊണ്ട് നമുക്ക് 0 to പൈ വരെ നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം ബാക്കിയുള്ളതിന് മിറർ ഇമേജ് കൺസിഡർ ചെയ്ത് സിമെട്രി കൺസിഡർ ചെയ്തിട്ട് പൈ ബൈ 2 പൈ വരെ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. പൈ മുതൽക്ക് 2 പൈ വരെ വരുന്ന വാല്യൂസും ഇതിനോട് തന്നെ ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് തന്നെ റിപ്പീറ്റേഷൻ ആയിട്ടാണ് വരിക. അപ്പൊ നമുക്ക് നോക്കാം തീറ്റയുടെ വാല്യൂ 0 to പൈ വരെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്കതൊന്ന് വരയ്ക്കാം. ഓക്കെ, തീറ്റ 0 ആവുമ്പോ 0 തന്നെയാണ് ആറിന്റെ വാല്യൂ വരുന്നത്. പൈ ബൈ 3 വരുന്ന സമയത്ത് പൈ ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 60 അല്ലേ വരിക. ഇവിടെയാണ് പൈ ബൈ 4 വരിക. അപ്പൊ പൈ ബൈ 16 പൈ ബൈ 3 നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, പൈ ബൈ 3. അപ്പൊ പൈ ബൈ 3 കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്? 1/2 ആണ് ആറിന്റെ വാല്യൂ. അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ കോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തീറ്റയ്ക്ക് വാല്യൂ 1 മൈനസ് ആ വാല്യൂ ചെയ്ത് നോക്കാം. അപ്പൊ 1/2 ആണ് വരണേ. സോ ഇവിടെ നിന്ന് ഈ ഒരു ഡയറക്ഷനിൽ 5/2 ലെങ്ത് വരണം. അപ്പൊ അത് ഓൾമോസ്റ്റ് നമുക്ക് 1 ഇത്രയാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾ സ്കെയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളത് ശരിയായിട്ട് ചെയ്യാൻ പറ്റും. ഇനി 5/2 വരുന്ന സമയത്ത് 1 ആണ്. സോ 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. ഓക്കെ ഓക്കെ, നമ്മൾ 1/2 ഇത്ര ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ 1ന് ഇത്ര കൺസിഡർ ചെയ്യണ്ടേ. അപ്പൊ 1ന് ഇത്ര വരും. ദാറ്റ് മീൻസ് 1/2 ഇത്ര ലെങ്ത് ആണെങ്കിൽ ഇത്രയും തന്നെയാണ് 1ന് വരിക. അപ്പൊ ഓൾമോസ്റ്റ് ഇത്രയാണ് 1ന് കിട്ടുക. അപ്പൊ ഇതാണ് നമുക്ക് 5/2 ആംഗിൾ വരുന്ന സമയത്ത് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നോട്ട് ഇത്രയും. ഇനി അടുത്തത് എന്താണ്? 2π/3 വരുമ്പോൾ 3π/2 ദാറ്റ് ഇസ് 1.5 ആണ് നമുക്ക് വരിക. അപ്പൊ 3π/2 ഓൾമോസ്റ്റ് ഇവിടെ വരും. ഇവിടെ കൺസിഡർ ചെയ്യണമെങ്കിൽ 1.5 ഇത്രയും 1 1.5 അപ്പൊ ഇത്രയും നമുക്ക് കൺസിഡർ ചെയ്യാം. 1.5 പിന്നെ എത്രയാണ്? പൈ തീറ്റ പൈ ആവുമ്പോ വാല്യൂ 2 ആണ്. സോ 1 ഇത്ര 2 ഇത്ര. അപ്പൊ ഇത്രയാണ് നമുക്ക് തീറ്റയ്ക്ക് കിട്ടുന്നത്. അപ്പൊ കറസ്പോണ്ടിംഗ് നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഞാൻ വരച്ച അത്ര വൃത്തിയില്ല. പക്ഷെ നിങ്ങളത് നന്നായിട്ട് കറക്റ്റ് പോയിന്റ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ വൃത്തിയായിട്ട് നമുക്കൊരു ഷെല്ലിന്റെ ഫോമിലേക്ക് നമുക്കത് കിട്ടും. ഓക്കെ, ഇനി എന്താണ്? എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ സോറി, ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഞാൻ വരച്ചിട്ട് എന്താ പറഞ്ഞത്? എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിന് കറസ്പോണ്ടിങ് ലെഫ്റ്റ് സൈഡ് എന്നാ പറഞ്ഞത്. അത് തെറ്റാണ് കേട്ടോ. സോറി, അത് വൈ ആക്സിസിന് കറസ്പോണ്ടിങ് സിമെട്രി ആവും. എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ അവിടെ 5/2 ആയതുകൊണ്ട് 4 ആംഗിളിൽ കറക്റ്റ് എടുത്താൽ മതി. പറഞ്ഞപ്പോ തെറ്റിപ്പോയി. എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് സിമെട്രി എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പോളാർ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് റിഫ്ലക്ഷൻ വേണം നമുക്ക് എടുക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ മിറർ ഇമേജ് കറസ്പോണ്ടിങ് ടു ദിസ് ആക്സിസ് വേണം എടുക്കാൻ. അപ്പൊ മുകളിലുള്ളതിന് കറസ്പോണ്ടിങ് താഴെ കിട്ടുന്ന റിഫ്ലക്ഷൻ ആണ് എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് സിമെട്രി. വൈ ആക്സിസിന് കറസ്പോണ്ടിങ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ. അപ്പൊ ലെഫ്റ്റ് സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് റൈറ്റിൽ റിഫ്ലക്ട് ചെയ്യും. റൈറ്റ് സൈഡിലുള്ളതിന് കറസ്പോണ്ടിങ് റിഫ്ലക്ഷൻ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കിട്ടും. അപ്പൊ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിൽ ആ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടുക? കറസ്പോണ്ടിങ് ഈ ആക്സിസിന് കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട്
ഇങ്ങനെയാണ് നമുക്ക് റിഫ്ലക്ഷൻ കിട്ടുക കറസ്പോണ്ടിങ് ടു എക്സ് ആക്സിസ്. അപ്പൊ ആ ആക്സിസ് കൺസിഡർ ചെയ്തിട്ട് വേണം റിഫ്ലക്ഷൻ. അപ്പൊ മുകളിലുള്ളതിന് കറസ്പോണ്ടിങ് വാല്യൂസ് താഴത്തേക്ക് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ നമുക്കൊരു കാർഡിയോയിഡ് കിട്ടും. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ കാർഡിയോയിഡ്. ഇതിന് മുൻപ് നമ്മൾ 1 മൈനസ് കോസ് 2 തീറ്റ എന്ന് പറഞ്ഞത് 1 മൈനസ് കോസ് 2 തീറ്റ നേരത്തെ പറഞ്ഞത് അല്ല 2 കോസ് 2 തീറ്റ എന്ന് പറയുന്നത് ഒരു റോസ് പെറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. അപ്പൊ റോസ് പെറ്റലിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, പ്രത്യേക പേരില്ല, പക്ഷെ നമ്മൾ അങ്ങനെ പറയാം. അപ്പൊ കാർഡിയോയിഡിന്റെ ഇക്വേഷൻ ആണ് 1 മൈനസ് കോസ് തീറ്റ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്കെച്ചിങ്ങിന് ഒരു ഗ്രാഫ് തന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും അതേമാതിരി തന്നെ പോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെട്രി നോക്കുക. അതിനുശേഷം എന്താണ് ഗ്രാഫിക്കലി കാണിക്കാം. അപ്പൊ എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഉള്ള വാല്യൂസിന് കറസ്പോണ്ടിങ് ഈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിഫ്ലക്ഷൻ വേണം നമുക്ക് കൺസിഡർ ചെയ്യാൻ. ഓക്കെ ഫൈൻ. അപ്പൊ ഇനി ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറയാം. അത് ആർ സ്ക്വയറിന്റെ ഫോം ആണ് കേട്ടോ. അപ്പൊ ആ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് പറയുന്നതാണ്. ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അഗെയിൻ എഫ് ഓഫ് തീറ്റ നോക്കാം. എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഫ് ഓഫ് മൈനസ് തീറ്റ നോക്കാം. ദാറ്റ് ഇസ് കോസ് മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിമെട്രിക് അബൌട്ട് പോളാർ ആക്സിസ് ആണ് എന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? എഫ് ഓഫ് പൈ മൈനസ് തീറ്റ വേണം നോക്കാൻ. അപ്പൊ എഫ് ഓഫ് പൈ മൈനസ് തീറ്റ നോക്കുമ്പോ നമ്മൾക്ക് ആർ ഇസ് ഈക്വൽ ടു എന്നുള്ളതിനാണ് നോക്കുക. ഇവിടെ നമ്മൾ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്നാണ്. ആർ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ എന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ. അപ്പോ ഇവിടെ എഫ് ഓഫ് മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും എന്താണ് ഇതിന് കറസ്പോണ്ടിങ് ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് കോസ് തീറ്റ എന്നാണ് നമുക്ക് വരിക. അപ്പൊ എഫ് ഓഫ് മൈനസ് തീറ്റ കൺസിഡർ ചെയ്യാൻ നമ്മൾ ഇത് വേണം യൂസ് ചെയ്യാൻ. സോ ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് തീറ്റ. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിമെട്രി അബൌട്ട് പോളാർ ആക്സിസ് ആണ് എന്നുള്ളത് പറയാം. ഓക്കെ, പ്ലസ് ഓർ മൈനസ് നമുക്ക് വരുന്നുണ്ട്. അത് പ്ലസ് ഓർ മൈനസ് ആയിട്ട് തന്നെയാണ് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇനി എഫ് ഓഫ് പൈ മൈനസ് തീറ്റ പറയുമ്പോൾ പ്ലസ് ഓർ മൈനസ് കോസ് പൈ മൈനസ് തീറ്റയാണ്. എഗെയിൻ ഇത് എന്ത് വരും? നമുക്ക് റൂട്ട് മൈനസ് കോസ് തീറ്റ എന്നുള്ള ഫോമിലേക്ക് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇതിന് നമുക്ക് റിയൽ വാല്യൂസ് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ആർ സ്ക്വയർ ഒക്കെ വരുന്ന സമയത്ത് ഡയറക്ട്ലി നമുക്ക് പോളിന് കറസ്പോണ്ടിങ് ആയിട്ടും പിന്നെ ഏറ്റവും എളുപ്പത്തിൽ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫോം കിട്ടുന്ന സ്ഥലമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമുക്ക് എന്ത് പറയാം? ആറിന് പകരം മൈനസ് ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പൊ എൽ എച്ച് എസില് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ എന്ന് വന്നു. സോ ദിസ് ഫംഗ്ഷൻ does not change, it remains as such. അപ്പൊ നമുക്ക് എന്ത് പറയാം? സിമെട്രിക് അബൌട്ട് പോൾ ആണ് എന്നുള്ളത് പറയാൻ പറ്റും. സിമെട്രി അബൌട്ട് പോൾ. ഓക്കെ, ഓക്കെ. അപ്പം നേരത്തെ പറഞ്ഞതില് നമുക്ക് പൈ മൈനസ് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് എന്താ കിട്ടിയത്? എഫ് ഓഫ് പൈ മൈനസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് കോസ് തീറ്റ എന്ന് വന്നു. ഇത് കോസ് തീറ്റ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ റൂട്ടിന്റെ ഉള്ളിൽ പോസിറ്റീവ് ആവും. അപ്പൊ നമ്മൾ തീറ്റയുടെ വാല്യൂസും കൂടി കൺസിഡർ ചെയ്യണം. ഇത് ശരിക്കും റിയൽ വാല്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ നേരത്തെ റിയൽ അല്ല എന്ന് പറഞ്ഞു. റിയൽ അല്ല എന്നല്ല, ശരിക്കും റിയൽ വാല്യൂ കിട്ടും. പക്ഷെ നമ്മൾ അതിന് തീറ്റയുടെ വാല്യൂസ് കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം എടുക്കാൻ. തീറ്റ എന്ന് പറയുന്നത് 0 to പൈ ബൈ 2 വരെ വരുന്ന പോസിറ്റീവ് ആണ്. അപ്പൊ 0 to പൈ ബൈ 2 വരെ പോസിറ്റീവ്,
π/2 മുതൽക്ക് എത്രയാണ് പൈ വരെയാണ് നമുക്ക് മൈനസ് കോസ് എന്നുള്ള ഫോം വരുന്നത്. അപ്പൊ തീറ്റയുടെ വാല്യൂസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടും. പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഇത് നോക്കണ്ട. ആർ സ്ക്വയർ എന്നുള്ള ഫോം ഒക്കെ വരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് സിമെട്രി അബൌട്ട് ദ പോള് നോക്കുക. രണ്ടാമത്തെ കേസ് സിമെട്രിക് അബൌട്ട് ഒന്നെങ്കിൽ പോളാർ ആക്സിസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആക്സിസ് വേണം നോക്കാൻ. അതിന് എളുപ്പത്തിൽ കിട്ടുന്നത് ഇങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കിട്ടും, ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഫോം വരുമ്പോൾ അത് കൺസിഡർ ചെയ്യാം, മറ്റേത് ഒഴിവാക്കുക. അതാണ് കുറച്ചുകൂടി എളുപ്പം, ഗ്രാഫിങ്ങിന് എളുപ്പം അതാണ്. സോ ആ ഫോം കൺസിഡർ ചെയ്തിട്ട് പോവാ. ഓക്കെ, അപ്പൊ സിമെട്രി അബൌട്ട് ദ പോളും സിമെട്രി അബൌട്ട് പോളാർ ആക്സിസും പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇംപ്ലൈസ് സിമെട്രി അബൌട്ട് വെർട്ടിക്കൽ ആക്സിസ്. മറ്റേതും സിമെട്രി അബൌട്ട് വെർട്ടിക്കൽ തന്നെയാണ്, പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേക്കും. അപ്പം അത്രയും ടൈം നമ്മൾ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഇതിനെ ഗ്രാഫ് ചെയ്യണം. ഗ്രാഫ് ചെയ്യാൻ ഇനിയിപ്പോ ഡയറക്ട്ലി എന്താ 0 to π/2 വരെ നമുക്ക് നോക്കിയാൽ മതി. കാരണം രണ്ട് ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമെട്രി നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. 0 to π/2 വരെ മാത്രം നോക്കിയാൽ മതി. 0 to π/2 വരെ നോക്കുമ്പോൾ 1 മുതൽക്ക് 0 വരെയാണ് നമ്മളുടെ വാല്യൂ മാറി മാറി വരുന്നത്. ദാറ്റ് ഇസ് തീറ്റ 0 ആകുമ്പോൾ ആർ വാല്യൂ 1 വരും, തീറ്റ π/2 വരുമ്പോൾ ആർ വാല്യൂ 0 വരും. നിങ്ങൾക്ക് ബാക്കി ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഗ്രാഫ് ചെയ്ത് വരികയാണെങ്കിൽ π/6 വരുമ്പോ 0.93 ഒക്കെയാണ് വരിക. അപ്പൊ അത് π/6 ഇവിടെ വരുമ്പോ 0.93 ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും. പിന്നെ π/4 വരുമ്പോ 1/√2 ആണ് വരിക. അത് ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ കിട്ടുന്നുണ്ടാവും. ഇത് ഇവിടെ 0.93 ഇവിടെയൊക്കെ കിട്ടും. അങ്ങനെ അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് 0യിലേക്ക് എത്തും. അപ്പൊ അത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ഫോമിലേക്കാണ് കിട്ടുക. ഇനി കറസ്പോണ്ടിങ് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കറസ്പോണ്ടിങ് സിമെട്രി ഉണ്ട്. എക്സ് ആക്സിസിന് കറസ്പോണ്ടിങ് പോളാർ ആക്സിസിന് കറസ്പോണ്ടിങ് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആക്സിസ്. ഇതിന് കറസ്പോണ്ടിങ് റിഫ്ലക്ഷൻ എടുക്കാം. മുകളിലത്തേന് കറസ്പോണ്ടിങ് താഴെ നമുക്ക് റിഫ്ലക്ഷൻ കിട്ടും. അപ്പൊ താഴെ കിട്ടുമ്പോൾ നമുക്ക് ഇത് ഓൾമോസ്റ്റ് ഈ ഒരു രീതിയാണ് വരിക. അതേമാതിരി തന്നെ വെർട്ടിക്കൽ ആക്സിസിന് കറസ്പോണ്ടിങ് സിമെട്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതിന് ഈ ഭാഗത്തേക്കും. അപ്പോ ഇങ്ങനത്തെ ഒരു ഫോമാണ്. രണ്ട് സ്പെരിക്കൽ എന്ന് പറയാൻ വയ്യ, അങ്ങനെ ഓൾമോസ്റ്റ് ആ ഷേപ്പിൽ വരുന്ന റൗണ്ട് ഷേപ്പ്, ഓൾമോസ്റ്റ് റൗണ്ട് ഷേപ്പ് വരുന്ന രണ്ട് ഫിഗർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇതാണ് നിങ്ങൾക്ക് ഗ്രാഫ് ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്കെച്ച് ചെയ്യേണ്ടത്. അപ്പൊ സ്കെച്ച് ചെയ്യുന്നതിന്റെ ഫോം ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ നമുക്ക് ഒരു പ്രോബ്ലം നിങ്ങൾ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 20th ക്വസ്റ്റ്യൻ എക്സസൈസിലത്തെ 20ാമത്തെ ക്വസ്റ്റ്യൻസ് ഒരെണ്ണം ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ആർ. നേരത്തെ സെക്കൻഡ് എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ 2 എക്സാമ്പിൾസ് മാത്രം ഞാൻ ഇപ്പോൾ ഇവിടെ കാണിക്കാം. 2 പ്രോബ്ലംസ് മാത്രം ഞാൻ കാണിക്കാം. ബാക്കിയുള്ളത് നിങ്ങൾ അതേമാതിരി തന്നെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പൊ 2 പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാലാമത്തെയും ഒന്നാമത്തെ പ്രോബ്ലം, ഒന്നാമത്തെ എന്താ, r is equal to 4 cos theta. ഞാൻ എക്സസൈസ് 20th പ്രോബ്ലം പേജ് 20 എക്സസൈസ് 20th പ്രോബ്ലത്തെ ഫസ്റ്റ് വൺ ആണ് പറയുന്നത്, ഫസ്റ്റ് സബ്ഡിവിഷൻ ആണ് പറയണേ. r is equal to 4 cos theta. അപ്പൊ again 4 cos theta എന്ന് പറഞ്ഞാൽ cos theta വാല്യൂസ് നമുക്ക് എവിടുന്ന് ഏത് വരെയാണ് വേരി ചെയ്യുക? cos theta -1 to 1 ആണ് വരിക. സോ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -4 into -4 less than or equal to cos theta less than or equal to 4. അപ്പൊ തീറ്റയുടെ വാല്യൂസ് വേരി ചെയ്യുന്നത് ഓക്കെ 4 cos theta ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ടെക്സ്റ്റിൽ cos 4 theta ആണ് കൊടുത്തത്. അപ്പൊ 4 cos theta ആണെങ്കിൽ -4 to 4 ആണ്. ഇനി അടുത്തത് ഫസ്റ്റ് പ്രോബ്ലം 4 cos theta ആണ്. അപ്പൊ cos theta എന്ന് പറയുന്നതാണ് നമ്മൾക്ക് അവിടെ. തീറ്റ എന്ന് പറയുന്നത് 4 theta ആണെന്ന് മാത്രം. സോ ദിസ് ഇസ് ഈക്വൽ ടു സം 4 cos theta naught എന്ന് പറയാം. അപ്പൊ cos theta വാല്യൂസ് പൊതുവെ എങ്ങോട്ട് എവിടുന്നോട്ട് ഏത് വരെയാണ്? -1 മുതൽ 1 വരെയാണ് വേരി ചെയ്യുക. That is -1 less than or equal to cos 4 theta less than or equal to 1. -1 ഉം +1 ആണ് അതിന്റെ മിനിമം മാക്സിമം വാല്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ പറഞ്ഞിട്ടുള്ളത് r is equal to
ടാൻ തീറ്റയാണ്. എഗെയിൻ ടാൻ തീറ്റയുടെ വാല്യൂസ് എന്ന് പറയുന്നത് -1 മുതൽക്ക് 1 വരെ തന്നെയാണ്. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി നമുക്ക് നാലാമത്തെ പ്രോബ്ലം നോക്കാം. മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ 2 sin 5 തീറ്റയാണ്. എഗെയിൻ 2 sin 5 theta r is equal to again sin 5 theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം sin theta naught എന്നുള്ളതാണ്. അപ്പൊ sin theta വാല്യൂസ് sin 5 theta വാല്യൂസ് ഏത് വരെയാണ്? -1 മുതൽക്ക് 1 വരെയാണ് വേരി ചെയ്യുക. sin 5 theta എന്ന തീറ്റയുടെ വാല്യൂസ് മാറ്റുന്ന വെച്ചാൽ sin theta naught ഏതോ ഒരു theta naught എന്നുള്ള രീതിയിലാണ് അല്ലേ. അപ്പൊ again അത് -1 മുതൽക്ക് 1 വരെയാണ് വേരി ചെയ്യുക. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2 into -2 less than or equal to 2 sin 5 theta less than or equal to 2. So -2 മുതൽക്ക് 2 വരെയാണ് r വാല്യൂസ് വേരി ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? r is equal to 1 plus 2 sin 2 theta. Again sin 2 theta വാല്യൂസ് -1 മുതൽക്ക് 1 വരെ വേരി ചെയ്യും. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -2 into less than or equal to 2 sin 2 theta less than or equal to 2. 1 നമ്മൾ ഇതിന്റെ കൂടെ ടോട്ടൽ ഇക്വേഷന്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനീക്വാളിറ്റിയുടെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 -2 -1 less than or equal to 1 plus 2 sin 2 theta less than or equal to 1 plus 2 3. അപ്പൊ നമ്മൾ ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ r is equal to 2 minus sin theta. അപ്പോ sin തീറ്റയുടെ വാല്യൂസ് -1 to 1 ആണ് വേരി ചെയ്യുക. മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റി നേരെ തിരിയും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. അപ്പൊ എന്ത് വരും? -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ -1 ദാറ്റ് ഇസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാളിറ്റി ചേഞ്ച് ആയി. മൈനസ് sin തീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. ഇനി എന്താ? 2 നമ്മൾ ഈ ഇക്വേഷന്റെ കൂടെ ആഡ് ചെയ്തു. അപ്പൊ 2 plus 1 3 greater than or equal to 2 minus sin theta greater than or equal to 2 minus 1 1. അപ്പൊ 1 to 3 ആണ് ഇതിന്റെ വാല്യൂസ് വേരി ചെയ്യുന്നത്. ഓക്കെ 1 മാക്സിമം അല്ല -1 അല്ല -1 അല്ല 1 തന്നെ അല്ലേ ചെയ്യാം. 2 ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് 2 plus 1 3 2 minus 1 1 plus 1 ആണ് കേട്ടോ. 3 to 1 ആണ് ഇവിടെ വാല്യൂസ് വേരി ചെയ്യുന്നത്. 2 to 1. ഇനി 6th പ്രോബ്ലം. അപ്പൊ മിനിമം വാല്യൂ 1 മാക്സിമം വാല്യൂ 3. ഇനി 6th വൺ എന്താണ്? r is equal to sin 3 theta cos 2 theta. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് sin 3 theta എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് -1 മുതൽക്ക് 1 വരെയാണ് വേരി ചെയ്യുക. അതേമാതിരി cos 2 theta വാല്യൂസ് -1 മുതൽക്ക് 1 വരെയാണ് വേരി ചെയ്യുക അല്ലെ. അപ്പോ ഇതിന്റെ മൾട്ടിപ്പിൾ എടുത്തു കഴിഞ്ഞാൽ എന്താ? -1 to 1 -1 into 1 1 വരാം. പിന്നെ -1ഉം sin 3 തീറ്റയുടെ മിനിമം വാല്യൂ -1 into cos 3 തീറ്റയുടെ cos 2 തീറ്റയുടെ മിനിമം വാല്യൂ -1 -1 into -1 +1 വരും. ഇനി ഇതിന്റെ മിനിമം വാല്യൂ cos 2 തീറ്റയുടെ മാക്സിമം വാല്യൂ എടുക്കുക. അപ്പോ -1 into +1 -1 വരും. Then sin 3 തീറ്റയുടെ മാക്സിമം വാല്യൂ 1 ഉം cos 2 തീറ്റയുടെ മിനിമം വാല്യൂ -1 ഉം. സോ 1 into -1 -1 ഈ രണ്ടിന്റെയും മാക്സിമം വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1. സോ ഈ പ്രൊഡക്റ്റിന് കിട്ടാവുന്ന മാക്സിമം വാല്യൂ 1 ഉം മിനിമം വാല്യൂ -1 ഉമാണ്. സോ നമുക്ക് എന്ത് പറയാം? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു sin 3 തീറ്റ cos 2 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഓൾമോസ്റ്റ് ഡൗട്ട് ഉള്ള പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാതും കഴിഞ്ഞു, എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.